ചെയ്യാനുള്ളത് നമ്മുടെ ക്യാരക്ടർ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ്. തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വാല്യൂ എഡ്യൂക്കേഷനിൽ. അതിൽ തേർഡ് ബ്ലോക്കിൽ 4th ചാപ്റ്റർ. ഓക്കെ, നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്ന 2 സംഗതികളാണ്, ക്യാരക്ടർ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി. 2 പേഴ്സണാലിറ്റിനെ സൂചിപ്പിക്കാനുള്ള ക്യാരക്ടർ എന്ന് പറയും, ക്യാരക്ടറിനെ സൂചിപ്പിക്കാനുള്ള പേഴ്സണാലിറ്റി എന്ന് പറയും. അപ്പൊ രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജി റിലേറ്റ് ചെയ്യണ സൈക്കോളജിക്കലി നോളജബിൾ ആയിട്ടൊരു പേഴ്സണെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട സംഗതികളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടും നമ്മളൊരു സെൽഫ്, ഒരു വ്യക്തിൻ്റെയും സെൽഫ് എന്നുള്ള ഒരു സംഗതി എടുത്ത് നോക്കുമ്പോൾ, ആ വ്യക്തി എന്നുള്ള ഒരു എൻറ്റിറ്റി എടുത്ത് നോക്കുമ്പോൾ രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് അവൻ്റെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം നമ്മളോട് വളരെ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാൻ പറ്റിയൊരു സംഗതിയാണ്. പേഴ്സണാലിറ്റി നമ്മളൊരു ഹാർഡ്വെയർ ആയിട്ട് കണക്കാക്കുക, ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കണക്കാക്കുക. ഇപ്പോൾ ഹാർഡ്വെയറിന്റെ ഫങ്ഷൻസ് എന്തായിരിക്കും, അത് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ സംഗതിയേക്കാരം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബോഡി, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്, ഇതെല്ലാം അടങ്ങിയ സംഗതിയാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സംഗതിനെ വേണ്ടി ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ, സ്വഭാവത്തിനാണ് ക്യാരക്ടർ എന്ന് പറയാം. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോറൽ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സ്ലൈഡ്സ് വിസിബിൾ ആണല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ടെക്നിക്കലായിട്ട് എറർ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം കേട്ടോ. ഓക്കെ, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മോറൽ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ധാർമ്മികമായിട്ട് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റിന്റെ പുറത്ത് രൂപപ്പെട്ടൊരു സംഗതിയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ട്രെൻഡ്സ് കാര്യങ്ങൾ രൂപപ്പെടൽ ഈ ഒരു ക്യാരക്ടറിന്റെ പുറത്തായിരിക്കും. നമ്മുടെ എത്തിക്കലായിട്ട് എത്തിക്സ്, മൊറാലിറ്റി ഇത്തരം സംഗതികൾ രൂപപ്പെടുന്ന സ്വഭാവങ്ങള്, പിന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരുപാട് വാല്യൂസ്, ഹോണസ്റ്റി, പിന്നെ വാഗ്ദാനങ്ങൾ കീപ്പ് ചെയ്യല്, പിന്നെ സോഷ്യലായിട്ട് നമ്മൾ മറ്റുള്ള വ്യക്തിയോട് എങ്ങനെ പെരുമാറ്റങ്ങള്, പിന്നെ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഈ ഒരു സംഗതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കണം. വിൽ പവറിലൂടെ എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. നമ്മളെല്ലാവരും പ്യൂർ നാച്ചുറൽ ജനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതെങ്ങനെ പ്രിസേർവ് ചെയ്യണം, അതെങ്ങനെ മോശപ്പെടാതെ സംരക്ഷിക്കണം എന്നുള്ള സംഗതി ക്യാരക്ടർ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയല് നമുക്ക് ഇൻഹറന്റ് ഹാർഡ്വെയർ. ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റൂല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മളെ ബോഡിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റുമെങ്കിലും ഓൾമോസ്റ്റ് ഇൻഹറന്റ് ആയിരിക്കും. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സംഗതികാരം പേഴ്സണാലിറ്റി. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഒരുപാട് സംഗതികൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പ്യൂർ സ്റ്റേറ്റിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയാം. നമുക്ക് ജനിച്ച മുതൽ മരിക്കണ വരെ നമ്മളെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ബോഡി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതിൽ ബയോളജിക്കലും ഫിസിയോളജിക്കലും പ്രോസസ്സ് കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ റോ ഇന്റലിജൻസ്, ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഇന്റലിജൻസ്, അതുപോലെ ബ്രെയിനിന്റെ കപ്പാസിറ്റി, അത്തരം സംഗതികളൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന സംഗതിയാണ്. പിന്നെ അതെങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ മോറൽ ജഡ്ജ്മെന്റിനെ പേഴ്സണാലിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മോറലി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പേഴ്സണാലിറ്റിന്റെ പുറത്ത് നമ്മുടെ ക്യാരക്ടറിന് മോറലി എന്ത് ചെയ്യാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പണ്ട് കാലങ്ങളിൽ കാര്യമായിട്ട് ഈ രണ്ടും ഒരേപോലെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിൽ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. എക്സ്ട്രോവേഷൻ എന്ന് പറഞ്ഞാല് അവർക്ക് എക്സസ് ബ്ലഡ്, നമ്മുടെ ചോരത്തളപ്പ് എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് ഒക്കെ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. ഒരു ടൈപ്പോളജി പറയുന്നിട്ടാ പണ്ട് കാലങ്ങളിൽ ഗ്രീക്ക് ഫിലോസഫി യൂസ് ചെയ്തിരുന്നത്. അതിൽ എക്സ്ട്രോവേഷൻ എന്നുള്ളത് പിന്നീട് അതിന് പേര് കൊടുത്താണ്. അതിൽ ട്രഡീഷണലി യൂസ് ചെയ്തതിന്റെ പേര് സാങ്ക്വിൻ എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എക്സസീവ് ബ്ലഡ് ആയിരിക്കും. അപ്പൊ അവരെ കുറിച്ച് ആയുർവേദിക് ടേം രക്തപ്രധാൻ, രക്ത, വാത, പിത്ത, കഫ എന്നുള്ള 4 ടേമുകൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഓരോരുത്തരുടെ ശരീരത്തിൽ ഈ 4 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ ഫാക്ടേഴ്സിന്റെ അളവ് കൂടുക കുറഞ്ഞതിനനുസരിച്ച് അവനാന്റെ സ്വഭാവങ്ങളിലും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റം വരുന്ന പറയുന്നത്. അതിൽ എക്സ്ട്രോവേർട്ട് സ്വാഭാവികം ഇൻട്രോവേർട്ടിന്റെ പോലെ ആയിരിക്കുമല്ലോ, ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു എടുപ്പുള്ള ആൾക്കാരായിരിക്കും, ഒന്നൊരു എനർജറ്റിക് ആയിരിക്കും. അവരെ കുറിച്ച് രക്തപ്രധാൻ എന്ന് പറയാം. അതായത് അവർക്ക് പ്രാധാന്യമായിട്ട് ഉണ്ടാവുക രക്തമായിരിക്കും, എക്സസ് ബ്ലഡ്. രണ്ടാമതാണ് എനർജറ്റിക്, അവര് കോളറിക് എന്ന് പറയാം ഗ്രീക്ക് ടേമില്. എന്ന് വെച്ചാൽ അതിന് ബൈല് കൂടുതലായിരിക്കും. ബൈലാണ് പിത്തപ്രധാൻ, ആയുർവേദിക് ടേമില് പിത്തപ്രധാൻ എന്ന് പറയും. അവരും എനർജറ്റിക് ആയിരിക്കും. പക്ഷെ എക്സ്ട്രോവേർട്ടിന് അത്ര അതൊന്നും കൂടി തളപ്പുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ തേർഡ് വരുന്നതാണ് സ്ലോ ആൻഡ് കാം. അവര് എനർജറ്റിക് അല്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ സ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ കാം ആയിരിക്കും. അവർ ഫ്ലഗ്മാറ്റിക് എന്ന് പറയും.
ഫ്ലഗം എന്നുള്ള വേർഡിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ എക്സസ് മ്യൂക്കസ്, കഫം കൂടുതലായിരിക്കും, കഫ പ്രധാനം. അപ്പോൾ നെക്സ്റ്റ് ആണ് തോട്ട്ഫുൾ ആൻഡ് വെറീഡ്. കാര്യം ഇത് ഇൻട്രോവേർട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യും, അതായത് അവർ ഒന്നുകൂടി ഇൻട്രാപേഴ്സണൽ ആയിരിക്കും, ഒന്നുകൂടി വ്യക്തികളിലേക്ക് ഒതുങ്ങിയ ആൾക്കാരെയാണ്. മെലഞ്ചോലിക് എന്ന് പറയും. എക്സസ് പ്ലീൻ, വായു പ്രധാൻ, വായു അല്ലെങ്കിൽ വാദാന്ന് ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇത്തരം കെമിക്കലി ഫങ്ഷൻ ചെയ്യുന്ന സംഗതികൾ വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ ക്യാരക്ടർ പേഴ്സണാലിറ്റിനെ മെഷർ ചെയ്തിരുന്നത്. പിന്നീട് വേറൊരു കാറ്റഗറൈസേഷൻ ആണ് സൊമാറ്റോ ടൈപ്സ് പറയും. ഷെൽഡന്റെ സൊമാറ്റോ ടൈപ്സ്. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബോഡി ഷേപ്പ് കാണും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സംഗതി നമ്മൾ സെറ്റ് ചെയ്യും, എന്നിട്ട് എല്ലാവരും അതിലേക്ക് എത്തണം എന്നുള്ളതാണ് പറയാം. അപ്പൊ ആയുർവേദിക്കലി നമ്മൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പറയല് ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻഡോമോർഫ്, അതുപോലെ തന്നെ മെസോമോർഫ്, അതുപോലെ തന്നെ എക്ടോമോർഫ്, അങ്ങനെ 3 ഐറ്റം ബോഡി ടൈപ്സ് ഉണ്ട്. അപ്പൊ എൻഡോമോർഫ് മെസോമോർഫ് ആകാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്ടോമോർഫ് മെസോമോർഫ് ആകാൻ കഷ്ടപ്പെടാം. എൻഡോമോർഫ് പറഞ്ഞാലും ഓരോന്നും കൂടി തടി കൂടിയ ആൾക്കാരേക്കാരം, കംഫർട്ട് ലവ് ചെയ്യുന്ന ആൾക്കാരേക്കാരം, അതുപോലെ തന്നെ റിലാക്സറേക്കാരം, പിന്നെ പെട്ടെന്ന് കാര്യങ്ങളോട് റിയാക്ട് ചെയ്യലൊക്കെ കുറവേക്കാരം. എൻഡോമോർഫ് ഫസ്റ്റ് ബോഡിയിൽ കാണുന്നത്, ഫസ്റ്റ് ഷേപ്പിൽ കാണുന്നത് ഒന്നുകൂടി തടി കൂടിയ ആൾക്കാരേക്കാരം. രണ്ടാമത് മെസോമോർഫ്, ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും, സൊമാറ്റോ ടൈപ്പിക്. അവരൊന്നുകൂടി അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരേക്കാരും. അതുപോലെ തന്നെ അഗ്രസീവ് ആയിരിക്കും ഒന്നും കൂടി. പിന്നെ സെൽഫ് അസേർട്ടീവ് ആയിരിക്കും, അതായത് പ്രത്യേകിച്ച് സെൽഫ് അസേർട്ടീവ് ആയിരിക്കും, കാര്യങ്ങളൊന്നും കൂടിയൊക്കെ പുറത്തുള്ള ഒരു സ്വയം കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് എക്ടോമോർഫ്. എക്ടോമോർഫ് അവരുടെ ബോഡി കാണുന്ന പോലെ തന്നെ ഒന്നും കൂടി ഫാസ്റ്റ് റിയാക്ഷൻ വരും, എന്നാലും അവരുടെ ബോഡിയിൽ ഫാറ്റ് കാര്യങ്ങൾ കുറവേക്കാരും, പിന്നെ മെലിഞ്ഞിട്ടേ ഒരു ശരീരം ഉണ്ടാവുക. അപ്പൊ ഇത് മൂന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഇത് മൂന്നായിട്ട് ആൾക്കാരുണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മൾ വരുന്നൊരു ഒരുപാട് ഫാന്റസി ഇത്തരം രൂപപ്പെട്ട സംഗതി വരുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതിയാണ് എക്ടോമോർഫ് അല്ലെങ്കിൽ എൻഡോമോർഫ് എന്നുള്ള സംഗതികൾ ഒരു ഇൻഫീരിയർ ആയി കാണുകയും മെസോമോർഫ് മാത്രം സമൂഹത്തിൽ പാടുള്ളൂ, അല്ലാത്ത ആൾക്കാരൊക്കെ മെസോമോർഫ് ആവാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ പിന്നീട് രൂപപ്പെട്ട ഒരു കൾച്ചറിൽ വന്ന സംഗതികളാണ്. അപ്പൊ ഇത്തരം ഒരു ഡിഫറൻസ് നമ്മൾ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നെ നെക്സ്റ്റ് ഒരു കാറ്റഗറൈസേഷൻ ആണ്, നമുക്ക് ഓരോരുത്തർക്കും എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ ഇതിലൊരു സ്കെയിൽ ഉണ്ടാവും. അപ്പൊ ഇത് കൂടുന്നതനുസരിച്ച് ഇതിൽ അടിയിൽ പറഞ്ഞ സംഗതി. അപ്പൊ എക്സ്ട്രോവേർഷൻ, അപ്പൊ അവർക്ക് സോഷ്യബിൾ ആയിരിക്കും. എക്സ്ട്രോവേർട്ടർ ആയിട്ട് ഒന്നുകൂടി സോഷ്യലി എൻഗേജ്ഡ് ആയിക്കാരം, പിന്നെ പെട്ടെന്ന് ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻട്രോവേർട്ടർ ആണെങ്കിൽ ഒന്നുകൂടി ഐസൊലേറ്റഡ് ആയിക്കാരം, ഒറ്റപ്പെട്ട ആൾക്കാരായിക്കാരം, അതുകൊണ്ട് സോഷ്യബിലിറ്റി കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ സ്കെയിൽ അനുസരിച്ച് നമുക്ക് ഇതിന്റെ സംഗതികൾ മാറ്റം വരും. പിന്നെ നെക്സ്റ്റ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണൽ സ്റ്റെബിലിറ്റി വെരി ലോ ആണെങ്കിൽ അവർ എന്തായിരിക്കും, ഇമോഷണലി ഭയങ്കര ആൾക്കാരോട് ഭയങ്കര സ്വയം ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ തീരെ കവർ ചെയ്യാതെ പോകുന്ന ആൾക്കാരേക്കാരം. അപ്പൊ അവർക്ക് അത് ബാലൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ അത് അൺസ്റ്റേബിൾ ആകുമ്പോൾ അതിനെ കുറിച്ച് ന്യൂറോട്ടിസ് എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് ഒന്നാണ് ടെൻഡർ മൈൻഡിനും ടഫ് മൈൻഡിനും. ടഫ് മൈൻഡിന് സൈക്കോട്ടിസ് എന്ന് പറയും. അത് ഡിസോർഡർ ആയിട്ട് കണക്കൂട്ടുന്നതിന് രണ്ടിനും പേര് വെച്ചിട്ടുണ്ട്. ഇമോഷണലി അൺസ്റ്റേബിൾ ആയ ആൾക്കാർക്ക് ന്യൂറോട്ടിസ് ഡിസോർഡർ എന്ന് പറയും. അതുപോലെ തന്നെ ടഫ് മൈൻഡഡ് ആയ ആൾക്കാർക്ക് സൈക്കോട്ടിസ് എന്ന് പറയും. ടെൻഡർ മൈൻഡ് എന്ന ലോല ഹൃദയന്മാരേക്കാരം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ടഫ് മൈൻഡഡ്. അപ്പോ നമ്മളെ എൻഗേജ് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികതയിൽ ഒരുപാട് മാറ്റം ഇതിലുണ്ട്. അപ്പൊ പീജൻ ഹോളിങ് ആൾക്കാര്, അവർക്ക് ഒന്നുകൂടി ഓവർ സിംപ്ലിഫിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരേക്കാരം. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന കുറച്ച് സംഗതികളാണ്. ഒന്ന് ക്രോണിസിറ്റി, ഇമ്പാക്റ്റ്, മൾട്ടി സിസ്റ്റം ഫെയിലർ. അപ്പോ ഈ ക്രോണിസിറ്റി ഒരുപാട് കാലമായിട്ട്, ഇപ്പൊ നമ്മൾ അധിക പേഴ്സണാലിറ്റി ഡിസോർഡറിലും പറയുന്നതാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഇവരെ ഉള്ളിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉറങ്ങിക്കിടന്നിരുന്നു, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ഡിസോർഡേഴ്സിന്റെ എഫക്റ്റ് ആയിരിക്കും പിന്നീട് രൂപപ്പെടുന്ന അവരുടെ സ്വഭാവങ്ങളും, അതുപോലെ തന്നെ പിന്നീട് വരുന്ന അവരുടെ ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ബിൽഡ് ചെയ്തേക്കാരം. ഈ ഒരു ഇമേജിൽ കാണുന്ന കംപ്ലീറ്റ് ഡാർക്ക് ബ്ലൂവിൽ കാണുന്നത് ക്രോണിസിറ്റിനെ സൂചിപ്പിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ ആ കുട്ടിയുടെ അഡൽട്ട്ഹുഡിലോ അല്ലെങ്കിൽ അഡോൾസൻസിലൊക്കെ, ഏർലി അഡോൾട്ട്ഹുഡ് അല്ലെങ്കിൽ അഡോൾസൻസിലൊക്കെ വന്ന ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, ഇതൊക്കെ പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യാതെ അവിടെ ഇങ്ങനെ ബേർഡൻ ആയിട്ട് കിടക്കുകയും അത് പിന്നീട് അവരുടെ പിന്നീടുള്ള കാര്യങ്ങളിലുള്ള സ്വഭാവത്തിൽ അത് ഇമ്പാക്ട് ചെയ്യും. സെക്കൻഡ് വന്ന് ഇമ്പാക്ട്. അപ്പോൾ അത്തരം സംഗതികൾ അവരുടെ പിന്നീടുള്ള വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് കൊണ്ടുവരും. പിന്നെ തേർഡ് ടൈമിൽ അത് വീണ്ടും ആ ഇമ്പാക്ട്സ് അവിടെ ഒതുങ്ങൂല. അവരുടെ കാഴ്ചപ്പാടില്, അവരുടെ വികാരങ്ങളില്, അതുപോലെ തന്നെ അവരുടെ ഫങ്ഷനിങ്ങിലൊക്കെ ഇത്തരം സംഗതികൾ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ നമ്മൾ നേരെ റിവേഴ്സ് ആയിരുന്നു ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. അതായത് ചില ആൾക്കാരെ നമ്മളിപ്പോ വളരെ എവിഡന്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കും.
കാരണം ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു അറ്റാക്കഡ് ആയ പേഴ്സൺ ഉണ്ടാകുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാലും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് പ്രതികൂലമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇവര് ഇമോഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ കാരണം. അപ്പൊ നമ്മൾ റിവേഴ്സ് ചിന്തിച്ചാലും അതിനൊരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാവും. ആ ഇമ്പാക്ട്സ് ഉണ്ടാകാൻ കാരണം അവരുടെ ക്രോണിസിറ്റി ആയിരിക്കും. അവരുടെ ഏർലി അഡൽട്ട്ഹുഡിലോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലൊക്കെ നേരിട്ട് ഒരുപാട് ട്രോമാസ് ആയിരിക്കും ഇതിന് കാരണം. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. പിന്നെ ബ്രോഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതിലൊരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അടങ്ങുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതാണ് ഇന്റൻസ് ഫിയർ ഓഫ് അബൻഡൻമെന്റ്, അതായത് കയ്യൊയ്യോ എന്നുള്ള പേടി, FOB എന്ന് പറയില്ല, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോ വേറൊരു സംഗതിയിൽ നിന്ന് നമ്മൾ മിസ് ചെയ്ത് പോവോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കയ്യൊഴിഞ്ഞു പോവോ എന്നുള്ള പേടിയിൽ എന്ത് ചെയ്യാം, ഇന്റൻസ് ഫിയർ ചെയ്യാം. അത് എവിടെയൊക്കെ കാണാൻ പറ്റുന്ന വെച്ചാല് നമ്മൾ ഫാൻ പേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ സ്പോർട്സ് ആയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ ചിലപ്പോൾ നമുക്കൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നൊരു പേടി വരും. അപ്പൊ ആ പേടി വിചാരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് താല്പര്യം ഒരാളെ സെലക്ട് ചെയ്യാം. ഇതിനൊക്കെയാണ് ഇന്റൻസ് ഫിയർ ഓഫ് അബൻഡന്റ് എന്ന് പറയാം. പിന്നെ രണ്ടാമതാണ് നീഡി ആൻഡ് ക്ലിഞ്ചിങ് അറ്റാച്ച്മെന്റ്. നീഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വെരി ലോണ്, ക്ലിഞ്ച് പറഞ്ഞാൽ ഭയങ്കര അപ്പാണ്. അതിന്റെ ഒരു മീഡിയം സ്റ്റാൻഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോ നീഡിയിൽ എന്തുണ്ടാവാം, എപ്പോഴും ഒരാളെ ആവശ്യമുള്ള പോലെ ഫീൽ ചെയ്യാം. ഞാൻ സ്വയം ആകുമ്പോൾ ഒറ്റക്കാവുമ്പോൾ ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യാം. ഓക്കെ. പിന്നെ ക്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഓവർ ഇൻവോൾവ്ഡ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്വയം ഒക്കെ മതി എന്നുള്ള ആവശ്യങ്ങളിൽ വരിക. പിന്നെ രണ്ടാമതാണ് ഓവർവെൽമിങ് ഫിയർ ടേക്കേഴ്സ് പുഷിങ് അവേ. വളരെ പേടിണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാര്യങ്ങളിൽ നിന്ന് ഒരു റിജക്ഷൻ ഫീൽ ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ സ്വയം ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് സ്വയം ഒരുപാട് കാര്യങ്ങൾ അനുമാനിച്ചിട്ട് അതിന് റിജക്ട് ചെയ്ത് നിൽക്കുക. പിന്നെ സെൽഫ് ഫീൽ പ്രൊഫസി. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇട്ടാ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് സ്വഭാവങ്ങൾ കാരണം എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ സ്വയം പൂർത്തിയാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മറ്റുള്ള വ്യക്തികളുടെ സഹായം ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ വരിക, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തുക. പിന്നെ ഫിഫ്ത്ത് ആയിട്ട് വാലിഡേഷൻ ഓഫ് ഡിസ്റ്റോഷൻ. അപ്പോ സ്വയം വേർത്തിലെസ്സായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ സ്വയം അൺലോവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക, ഇത് ഒരു കമ്പാരിസന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. പിന്നെ സിക്സ്ത് ആയിട്ട് സെൽഫ് ഹാമിങ് എക്സ്ട്രീം മെഷേഴ്സ്. അപ്പോ ഇതൊന്നും കൂടി എക്സസീവായി വരുന്ന സംഗതി കേട്ടോ. ഇതിന്റെ റിസൾട്ട് ആയിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്തരം സംഗതികളിലൊക്കെ ശ്രമിക്കുക. അപ്പൊ ഇത് ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്ന സംഗതിയാണ് ഇതിലുണ്ടാവുക. അപ്പോ ക്ലിനിക്കലായിട്ട് വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ആണ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. 3 ഡിസോർഡേഴ്സ് നമ്മളൊന്ന് ടേബിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഒന്നത് ഡിസോർഡർ ആണ് ആന്റി സോഷ്യൽ. ഇവിടെ സൂചിപ്പിക്കുന്നതിന് ഒരു സോഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിൽ എൻഗേജഡ് ആയിരിക്കും. അപ്പോൾ ഇവരെ ഒരു കോർ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ റൈറ്റ്സിന് എന്തെങ്കിലും പരിഗണിക്കാതിരിക്കലായിരിക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ഇന്റർപേഴ്സണൽ ഇമ്പാക്ട് മറ്റുള്ളവർ പരിഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മറ്റുള്ളവർ പരിഗണിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഓണസ്റ്റി, അതുപോലെ തന്നെ പ്രോമിസ് ആളെ കീപ്പ് ചെയ്യുക, ഇതൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവര് ക്രൂവൽറ്റി കാണിക്കും, ഒരു ഭീകരത സൃഷ്ടിക്കും സമൂഹത്തില്. പിന്നെ ലീഗലായിട്ടുള്ള സംഗതികളൊക്കെ മറികടക്കാൻ നോക്കും. ലീഗൽ സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടാവുക സമൂഹത്തിൽ മറ്റുള്ള അവകാശങ്ങൾ നേടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വില കൊടുക്കാതിരിക്കുക, വഞ്ചിക്കുക, ഇത്തരം സംഗതികൾ ഇന്റർപേഴ്സണൽ ഇമ്പാക്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഇന്റേണൽ ഡ്രൈവർ, ഇതിനെന്താ കാരണം എന്ന് ഒന്ന് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ എമ്പതി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇത്തരം സംഗതി നമുക്ക് വിട്ടുക്കാൻ പറ്റും. ഇത് മറ്റുള്ള വ്യക്തിയോട് നമ്മളോട് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു സംഗതിയിൽ നമ്മൾ മറ്റുള്ളവർ പെരുമാറാൻ എന്നുള്ള എമ്പതി അറിയണത്. അതുണ്ടാവില്ല ഇവർക്ക്. ഇവർക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് തെറാപ്പി കൊടുക്കും. ഇൻസൈറ്റ് എന്നാൽ എമ്പതി കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് മറ്റുള്ളവർ എങ്ങനെ ഇവരുടെ പെരുമാറാൻ അവർ ആഗ്രഹിക്കുന്നത്, ഇത്തരം സംഗതികൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ ബോർഡർ ലൈൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. അപ്പൊ ഇവർക്ക് സെൽഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന കൺസിസ്റ്റന്റ് വരുന്ന മൂഡിനെ കുറിച്ചൊക്കെ ഒരു സ്റ്റേബിൾ ആവാത്ത ഒരു സെൻസ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ബോധം ഉണ്ടാവില്ല ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് സംഗതികളൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഒന്ന് കാവോട്ടിക് റിലേഷൻഷിപ്പ് ചെയ്യാറ്. അത് പ്രത്യേകിച്ച് കാമൻ കൂൾ ആയിരിക്കൂല ഇവര്. പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഹാപ്പിനെസ് ഒക്കെ വളരെ എക്സസീവ് ആയിട്ട് കാണിക്കുക, അത്ര സംഗതികൾ ഇവരുടെ ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഒരു ഇന്റേണൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവരതിലേക്ക് ലീഡ് ചെയ്യുന്ന സംഗതികൾ ഒന്ന് അബണ്ടൻമെന്റിന്റെ ഒരു ഫിയർ, നേരത്തെ ബോർഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഫിയർ ഓഫ് അബണ്ടൻമെന്റ് അല്ലെങ്കിൽ FOB എന്നൊക്കെ പറയും. അപ്പൊ ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് നമ്മളെ
കൊഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് സംഗതി ബോധ്യപ്പെടുത്താൻ പറ്റും. എന്നാലും നമുക്ക് ഇന്റൻസീവ് എഫോർട്ട് ഇതിൽ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ. പിന്നെ തേർഡാണ് നെർസിസ്റ്റിക്. നെർസിസ്റ്റിക് എന്നാൽ നെർജിസിയ എന്ന് പറയും. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയാ, സെൽഫിനോട് കൂടുതൽ ഭ്രമം തോന്നുന്ന ആൾക്കാർ, സ്വയത്തിനോട് കൂടുതൽ ആഗ്രഹം, എല്ലാം സ്വയം, വ്യക്തിപൂജ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വ്യക്തിപൂജ എന്നാൽ സ്വയത്തിനെ പൂജിക്കട്ടെ. അതിൽ കുറച്ച് എന്താണ് ഒന്ന് ഗ്രാൻഡിയോസിറ്റി. ഗ്രാൻഡിയോസിറ്റി എന്നാൽ സ്വയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഇതിന്റെ ഒരു അഡ്മിറേഷന്റെ ഭാഗമായിട്ട് വരും. സ്വയത്തിനോട് കൂടുതൽ അഡ്മിയറായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് എൻവിയസ് ഫീൽ ചെയ്യും. അപ്പൊ സ്വയത്തിന് കിട്ടാത്ത സംഗതികൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. പിന്നെ ഇവർക്ക് ഒന്നാമതൊരു സംഗതി ഇതിൽ വരാൻ കാരണം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടുതൽ ഉണ്ടാവുന്നതാണ് ഡ്രൈവറായിട്ട്. അതായത് ഇന്ന ബാക്കിയുള്ളടത്ത് ഉൾക്കൊള്ളാൻ കഴിയണില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ കൂടുതലായിട്ട് ഇവിടെ റെക്കഗ്നിഷൻ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോ ഇതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കാൻ പറ്റും. ഒന്ന്, നെഗറ്റീവ് കോൺസിക്വൻസ് അവരെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാവുന്നവർക്ക് ഒരുപാട് ബ്ലൈംസ്, എല്ലാ വ്യക്തികളും ഇതേപോലെ കഴിഞ്ഞ സമൂഹത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുമല്ലോ, അത്തരം സംഗതികളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ പെക്സ് 6 വെക്ടേഴ്സ് ഓഫ് ക്യാരക്ടർ. സമൂഹത്തിൽ അവരുടെ ക്യാരക്ടറിന്റെ ഒരു 6 ഫാക്ടേഴ്സ്. ഒന്നാണ് മോറൽ സ്റ്റെബിലിറ്റി. മോറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു മോറൽ കോഡ്, മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മോറൽ കോഡ് നമ്മൾ കീപ്പ് ചെയ്യാം. അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ. ഇതിനാണ് മോറൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. പിന്നെ ഈഗോ സ്ട്രെങ്ത്, നമ്മളെ പെർസെപ്ഷൻസ് കാര്യങ്ങളൊക്കെ അക്യുറസി കീപ്പ് ചെയ്യാം, റാഷണൽ ആയിട്ട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുക. അതിനാണ് ഈഗോ സ്ട്രെങ്ത് എന്ന് പറയാം. പിന്നെ സൂപ്പർ ഈഗോ സ്ട്രെങ്ത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഈ ഇൻട്രോവേഴ്സീവ് ആയിരിക്കും. അതായത് സ്വയം കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ ബിഹേവിയറും അതുപോലെ തന്നെ അതിന്റെ കോൺസിക്വൻസും പിന്നെ കോൺഷ്യൻസിൽ വരുന്ന സംഗതികളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. പിന്നെ തേർഡ്, ഫ്രണ്ട്ലിനെസ്. ഫ്രണ്ട്ലിനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നേരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു വാം അറ്റാച്ച്മെന്റ്. ഇത് ഫ്രണ്ട് ആവണമെന്നൊന്നും ഇല്ല കേട്ടാ. ഒരു വ്യക്തിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ ഒരു പുഞ്ചിരിയോടുകൂടെ നമ്മൾ സ്വീകരിക്കലായി നമ്മൾ വാമെന്ന് പറയും, അല്ലെങ്കിൽ ഏത് വ്യക്തിനെ കണ്ടാലും മെയിൻ ചെയ്യാതെ പോവാം. ഇതൊരു വാമത്തിന്റെ ഒരു ഓപ്പോസിറ്റ് സംഗതികളാണ്. പിന്നെ ഫിഫ്ത്ത് ആയിട്ട് സ്പോണ്ടാനിറ്റി. സ്പോണ്ടാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചില ആൾക്കാർക്ക് നമ്മൾ കാണും, അതായത് ഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ ഫീലിങ്സിനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സ്വയം കീപ്പ് ചെയ്യുന്ന സംഗതികളും നേരത്തെ എല്ലാം കൂടി സ്വയം കീപ്പ് ചെയ്യണമെന്നൊന്നുമല്ല കേട്ടോ. കീപ്പ് ചെയ്യേണ്ട സംഗതികൾ കീപ്പ് ചെയ്യാതെ എല്ലാം പരസ്യപ്പെടുത്തി പറഞ്ഞെടുക്കുന്ന ആൾക്കാരാവില്ല. ഇതിനാണ് സ്പോണ്ടാനിറ്റി എന്ന് പറയാം. ഇതൊരു വെറൈറ്റി മെച്യൂരിറ്റിയാണ്. കീപ്പ് ചെയ്യാന്നുള്ളൊരു മെച്യൂരിറ്റിയാണ്. ഓക്കെ. പിന്നെ സിക്സ്ത് വൺ, ഹോസ്റ്റിലിറ്റി ഗിൽറ്റ്. അത് ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു സംഗതിയാണ്. ഒരു അഗ്രസീവ് സ്വഭാവമായിരിക്കും, അക്രമം, അതുപോലെ തന്നെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതിനാണ് എന്ന് പറയാം. അപ്പോൾ ഇതും 6ഉം ഓരോ സ്കെയിലാണ്. ഇതിൽ നമ്മുടെ സംഗതി എവിടെ കിടക്കുന്നത് ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടാം. മോറൽ സ്റ്റെബിലിറ്റി എവിടെ നമ്മുടെ സ്കെയിൽ കിടക്കുന്നത്, അതുപോലെ തന്നെ ഓരോന്നിലും. അപ്പോ ഇതിന് ഓരോന്നിനും നമുക്കൊരു കേസ് സ്റ്റഡി കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അമോറൽ ഇൻഡിവിജ്വൽ. മോറൽ എന്ന് പറഞ്ഞാൽ മോറൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അമോറൽ ഇട്ടാ. അപ്പൊ അവർക്ക് അമോറൽ ഇൻഡിവിജ്വലിന്റെ ഒരു പ്രൊഫൈല് അവരെന്തായിരിക്കും അവരുടെ അടുത്ത്. ഒന്ന്, ഇൻഫാന്റൈൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. നമുക്ക് ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഉണ്ടാവും. അഡോളസൻസ്, പിന്നെ അഡൽട്ട്ഹുഡ്, ഏർലി അഡൽട്ട്ഹുഡ്, പിന്നെ മീഡിയം, അങ്ങനത്തെ ഓരോ സംഗതി ഉണ്ടാവും. ഇതിൽ അവർക്ക് ഇൻഫാന്റൈൽ ആയിട്ട് നമുക്കിങ്ങനെ ചെറുപ്പത്തിലേ ഉണ്ടാവും ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന ഒരു സമയം ഉണ്ടാവും. ആ ഒരു സംഗതിയിൽ ഇവർ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്റ്റേജ് ഡെവലപ്മെന്റിൽ ഇവർ മെന്റൽ ഡെവലപ്മെന്റ് നിൽക്കുകയും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ പറയാം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കുട്ടികളൊക്കെ മനസ്സിലാക്കൂലല്ലോ, ഇവർക്കും ചിലപ്പോൾ അതേപോലെ ഉണ്ടാവുക. സെൽഫ് കൺട്രോൾ കുറവായി കാരണം, പിന്നെ സ്പോണ്ടാനിറ്റി കൂടുതലായി കാരണം. സ്പോണ്ടാനിറ്റി ആണ് കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞെടുക്കും. കുട്ടികൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഹോസ്റ്റിലിറ്റി കൂടുതലായിരിക്കും, അതിൽ അഗ്രസീവ് ആയിരിക്കും നിർത്തും. പിന്നെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും, ഇതിലൊക്കെ ചെറിയ സംഗതികൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്താണെന്നല്ലോ ഡ്രൈവർ. അപ്പൊ ബിഹേവിയർ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റിൽ മാത്രം രൂപപ്പെടുത്തേണ്ട ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു ബിഹേവിയർ ഉണ്ടാവും കാരണം ഫിസിക്കലി റിവാർഡോ അല്ലെങ്കിൽ പണിഷ്മെന്റോ വരുന്നതനുസരിച്ച് രൂപപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇതിനനുസരിച്ച് മാത്രം ശീലിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്ര ഡിസോർഡേഴ്സ് വരും. കാരണം എല്ലാ സ്റ്റേജിലും റിവാർഡ്സ് അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടിക്കോളൊന്നും വരില്ല. അവർക്ക് എനിക്കൊരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു 20 year old ആയ ആള് ശരിക്ക് ഒരു ഏർലി അഡൽട്ട്ഹുഡിൽ ആളെ പോലെ പെരുമാറണം ശരിക്കും. അപ്പോൾ റാഷണലൈസേഷൻ ഒക്കെ കേപ്പബിൾ ആവണം. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല,
അവരുടെ ആക്ഷൻസ് മറ്റുള്ളവരുടെ കോൺസിക്വൻസ് എങ്ങനെ എന്നുള്ള പേടി ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു വയലന്റ് ആയിട്ടുള്ള ടെമ്പർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം സംഗതികളിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനെ കുറിച്ചാണ് എന്ത് പറയാം, അമോറൽ ഇൻഡിവിജ്വൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പീഡിയന്റ് ഇൻഡിവിജ്വൽ. എക്സ്പീഡിയന്റ് ഇൻഡിവിജ്വൽ എങ്ങനെ ആയിരിക്കും, ഒന്നുകൂടി സെൽഫ് സെന്റേഡ് ആയിരിക്കും. നർസിസിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഈഗോ, അതുപോലെ തന്നെ സൂപ്പർ ഈഗോ, മോറൽ സ്റ്റെബിലിറ്റി, ഇത് മൂന്നും ബിലോ ആവറേജ് ആയിക്കാരം. അവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് ബീങ് കോട്ട്, പിടിക്കപ്പെടുമോ, പിടിക്കപ്പെടും എന്നുള്ളതല്ല, അതിന്റെ ഒരു സാധ്യതകള്, അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ഒക്കെ ആലോചിച്ച് ജീവിക്കാം. അപ്പൊ ഈ ഒരു മെക്കാനിസം ഒന്ന് കൾച്ചറിന് എന്ത് ചെയ്യാറും, ഇവർ റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് പാറ്റേൺ ജീവിച്ച ആൾക്കാരേക്കാരം. അപ്പോൾ ഇവർ ഹോണസ്റ്റി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ടത് നമുക്ക് സോഷ്യലി ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കൂല. മറ്റുള്ളവർ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എമ്പത്തിക്ക് കീപ്പ് ചെയ്യേണ്ടത് നമുക്ക് മെച്ചങ്ങൾ ആഗ്രഹിക്കണമായിരിക്കില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൾച്ചറിൽ ഇതൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രം ചെയ്യണത്. അപ്പൊ ആ ഒരു കൾച്ചർ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് പണിഷ്മെന്റ് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അവർ മാറിക്കും. ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നുണ്ട് റിവാർഡ് പണിഷ്മെന്റ്. അപ്പോൾ ഒരു ഇന്റേണലൈസ്ഡ് കോൺഷ്യൻസിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഇന്റേണലൈസ്ഡ് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ഉൾക്കൊള്ളാതെ സ്വയം ഉൾക്കൊള്ളുന്ന ഒരു കോൺഷ്യൻസ് ആയിരിക്കും. പിന്നെ ഒരു തേർഡ് ഇൻഡിവിജ്വൽ ആണ് കൺഫേമർ. അപ്പൊ ഇവർക്ക് നേരത്തെ ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ വലിയ ആവറേജ് ആണ്. ഈ വ്യക്തിനെ സംബന്ധിച്ച് അത് മോഡറേറ്റ് ആയിരിക്കും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഷ്യൽ സാങ്ഷനും, അതുപോലെ തന്നെ ഷെയ്മോ അല്ലെങ്കിൽ മടിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നിരാകരിക്കപ്പെടുന്ന ഒരു ഫിയറിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവരെ സംബന്ധിച്ചുള്ള റൈറ്റ് അല്ലെങ്കിൽ റോങ് തീരുമാനിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഇവരെ മെന്റൽ കപ്പാസിറ്റിക്ക് കഴിയുന്നുണ്ടാവില്ല. സമൂഹത്തിലുള്ള റൂൾസ്, ആ റൂൾസിന് ഹ്യൂമൻ വെൽഫെയറിലേറെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ആ റൂൾസിനനുസരിച്ച് മാത്രം ജീവിക്കാം. ഇത് ശരിക്കും ഓൾറെഡി ഓൾമോസ്റ്റ് ഓക്കെ കാര്യം. പക്ഷെ സമൂഹത്തിലുള്ള റൂൾസ് ചില തെറ്റുണ്ടാവും. ആ റൂൾസ് തെറ്റാണെങ്കിൽ അത് വീണ്ടും കറക്റ്റ് ചെയ്യലും ശരിക്കും ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ ഹ്യൂമൻ റാഷണലി യൂസ് ചെയ്ത് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ ഇവര് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ഇത് പറയണം, ഒരു കേസ് സ്റ്റഡി. ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ജീവിച്ച ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ വീട്ടിലുള്ള റൂൾസ് എന്തായിരിക്കും, ആ സ്ട്രിക്ട്നെസ് ശരിക്ക് സ്റ്റാൻഡേർഡ് ലെവലിൽ ജീവിച്ചാൽ ഞാൻ ഭയങ്കര സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ അപ്പോ പുതിയ സംഗതി വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സുപ്പീരിയർ എന്നുള്ള തോന്നൽ കുട്ടിക്ക് വരും. അപ്പൊ ആ ഒരു വീട്ടിൽ നിന്ന് മാറി ആ ഒരു വീട്ടിലല്ലാതെ വേറൊരു വീട്ടിലെത്തി, പ്രത്യേകിച്ച് വീടല്ലെങ്കിൽ വേറെ സാഹചര്യത്തിലെത്തി. അപ്പൊ അവിടെ ഇങ്ങനത്തെ വാല്യൂസും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യണില്ല. അപ്പൊ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് ജീവിച്ചാൽ മതി. ഈ വ്യക്തിക്ക് വ്യക്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണില്ല. ആ വ്യക്തി ഏത് സമൂഹത്തിലാണ് നിലകൊള്ളുന്നത് ആ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക. ഇതിനാണ് കൺഫേമർ എന്ന് പറയാം. അപ്പൊ എവിടെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിന്റെ റൂൾസ് റെഗുലേഷൻസിനോട് കൺഫേം ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇത് കൺഫേമർ എന്ന് പറയാം. പിന്നെ ഫോർത്താണ് ഇറാഷണൽ കോൺഷ്യൻഷ്യസ് പേഴ്സണാലിറ്റി. റാഷണൽ ആയിരിക്കൂല എന്നർത്ഥം. അപ്പൊ ഇവർക്ക് സൂപ്പർ ഈഗോ, മോറൽ സ്റ്റെബിലിറ്റി കൂടുതലായിക്കാരം, പക്ഷെ ഈഗോ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഫ്രണ്ട്ലിനെസ് കാര്യങ്ങളൊക്കെ കുറവായിക്കാരം. ഇവർക്ക് ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിംഗ് കൂടുതലായിക്കാരം, കാരണം റാഷണൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കാത്തതുകൊണ്ട് ഗിൽറ്റി ഫീലിംഗ് കൂടുതലായിക്കാരം. അപ്പോൾ ഇന്റേണലൈസ് ചെയ്തൊരു കോഡ് ഉണ്ടാവും. കോഡ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ കാര്യത്തിനും അവരുടേതായ തീരുമാനങ്ങൾ കാണും. അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ഇമ്പാക്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളത് ആലോചിച്ചിട്ടൊന്നും ആവില്ല. ചില ആൾക്കാർ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമുക്ക് തോന്നും. അവര് ഒരു സംഗതി കാണും, പിന്നെ അതിനനുസരിച്ച് മാത്രം മൂവ് ചെയ്യും. അപ്പോൾ ലോജിക്കലി ടൈറ്റ് സിസ്റ്റീകരം, മെക്കാനിക്സ് നോക്കുമ്പോൾ ലോജിക്കലി ടൈറ്റ് സിസ്റ്റീകരം കേസ് സ്റ്റഡി ആട്ടാ. അപ്പോ അത് മോറലോ അല്ലെങ്കിൽ എത്തിക്കലി റൂൾസിനോടോ അല്ലെങ്കിൽ റാഷണലായിട്ട് മൂവ് ചെയ്യണമെന്നും അവർ ആലോചിക്കൂല. അപ്പം അവരുടെ ഒരു ഇന്റഗ്രിറ്റി, അവരുടെ ഒരു വാല്യൂസിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ മെയിൻ കൺസേൺ. ബാക്കിയുള്ളവരുടെ സംഗതികൾക്ക് പ്രാധാന്യം കൊടുത്തോളന്ന് വരില്ല. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോഡലായിട്ട് ഐഡിയൽ ലെവലായിട്ട് കൊടുത്താണ് റാഷണൽ ആൾട്രോയിസ്റ്റിക് ഇൻഡിവിജ്വൽ. അപ്പൊ ഇത്തരം സംഗതികളിലേക്ക് നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ലക്ഷ്യം. ഇവർ ഈഗോ സ്ട്രെങ്ത്, സൂപ്പർ ഈഗോ, മോറൽ സ്റ്റെബിലിറ്റി, ഫ്രണ്ട്ലിനെസ്, സ്പോണ്ടാനിറ്റി, ഇത്തരം സംഗതികളൊക്കെ ഭയങ്കര കൂടുതലായിക്കാരം. ഈ സംഗതികളൊക്കെ കൂടുതലാവണം കേട്ടോ, എന്നാലും നമുക്ക് കൂടുതൽ അവെയർ ആവാൻ പറ്റുള്ളൂ സമൂഹത്തിൽ ജനങ്ങളോട് തന്നെ ഇടപെടേണ്ടത്. എന്നാൽ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിംഗിലൊക്കെ ഭയങ്കര കുറവാകും വേണം. അപ്പോ ഇവരിങ്ങനെ ഉണ്ടാവും കാരണം എന്താണ്, അവര് കോൺസിക്വൻസ് സെൽഫ് ആൻഡ് അതേഴ്സ്, സ്വയത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എന്റെ ഈ പ്രവർത്തിയിലൂടെ എന്ത്
റിസൾട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആലോചിച്ചിട്ടേക്കാണ് ഇവർ പ്രവർത്തിക്കാം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഐഡിയൽ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഒരുപാട് മോറലും എത്തിക്കലും ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആ സിസ്റ്റം വെച്ച കാര്യം ഇവര് ഒരു ഫങ്ഷനിങ് ഉണ്ടാവുക. അവര് സ്പിരിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ശരി, ലോ എന്നുള്ളത് മാത്രമാവില്ല, പിന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൺസിസ്റ്റന്റ് ആയി കൊണ്ടെടുക്കും. പിന്നെ ജെന്യുവലി ഹ്യൂമൻ ആയിരിക്കും. അതായത് ഇവരെ എല്ലാ സാഹചര്യത്തിലും ഇതുപോലെ പെരുമാറും. ഇതിനൊരു ഓവറോൾ ടേബിള്. ഒന്ന് അമോറൽ ഇൻഡിവിജ്വലിന് എന്തുണ്ടാവില്ല, മോറൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ഈഗോ സ്ട്രെങ്ത് ഉണ്ടാവില്ല, സൂപ്പർ ഈഗോ ഉണ്ടാവില്ല, ഫ്രണ്ട്ലിനെസ് ഉണ്ടാവില്ല, സ്പോണ്ടാനിറ്റി കൂടുതലേക്കാരം, ഹോസ്റ്റിലിറ്റിക്കും കൂടുതലേക്കാരം. ഓക്കെ. പിന്നെ എക്സ്പീഡിയന്റ് ആകുമ്പോൾ ഫസ്റ്റത്തെ 4 ഉണ്ടാവില്ല, സ്പോണ്ടാനിറ്റിയും ലാസ്റ്റത്തെ 2 ഫുൾ ആയിക്കാരം. കൺഫേമർ ആകുമ്പോൾ ഫസ്റ്റത്തെ 4 മീഡിയ ആയിരിക്കും, സ്പോണ്ടാനിറ്റിയും ഹോസ്റ്റിലിറ്റിക്കും തീരെ ഉണ്ടാവില്ല. ഇറേഷണൽ ആകുമ്പോൾ മോറലി ഫുൾ ആയിരിക്കും, ഈഗോ സ്ട്രെങ്ത് മീഡിയ ആയിരിക്കും, സൂപ്പർ ഈഗോ ഫുൾ ആയിരിക്കും, പിന്നെ ഫ്രണ്ട്ലിനെസ് സ്പോണ്ടാനിറ്റി തീരെ ഉണ്ടാവില്ല, ഹോസ്റ്റിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ റാഷണൽ ആകുമ്പോൾ മോറൽ സ്റ്റെബിലിറ്റി എല്ലാം ഫസ്റ്റത്തെ 5 കൂടുതലായിരിക്കും, ഫുൾ ആയിരിക്കും, പിന്നെ ഹോസ്റ്റിലിറ്റി തീരെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികൾ. റാഷണൽ ആവുക, അതുപോലെ തന്നെ ആൾട്രോയിസ്റ്റിക് ആവുക. ആൾട്രോയിസ്റ്റ് പറഞ്ഞാല് എല്ലാ ജനങ്ങൾക്കും നന്മ ആഗ്രഹിക്കുന്ന അർത്ഥം. അപ്പോ നമ്മളൊരു ഹാർഡ്വെയർ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയത്. അപ്പൊ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് തുടങ്ങാം. നമ്മളൊരു പക്ഷെ അമോറൽ ആയിരിക്കാം. അമോറൽ ആയ ആൾ എക്സ്പീഡിയന്റ് ആവണം. എക്സ്പീഡിയന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൺഫേമർ ആവണം. കൺഫേമർ ആയി കഴിഞ്ഞാൽ റാഷണൽ ആവണം. റാഷണൽ ആയി കഴിഞ്ഞാൽ നമ്മൾ റാഷണൽ ആവണം. ആൾട്രോയിസ്റ്റിക് മാറണം. എന്നിട്ട് അപ്പൊ അമോറൽ എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് ആയിരിക്കും, ഇൻഫാന്റൈൽ, ഒരു കുട്ടിയുടെ സ്വഭാവമായിരിക്കും. എക്സ്പീഡിയന്റ് എന്ന് പറഞ്ഞാൽ റിവാർഡ് ഡ്രൈവൺ ആയിരിക്കും. അവർക്ക് എല്ലാത്തിനും ഒന്നെങ്കിൽ റിവാർഡ് കൊടുക്കണം, ഒന്നെങ്കിൽ നന്മയോ അല്ലെങ്കിൽ തിന്മ. പണിഷ്മെന്റ് കൊടുത്താൽ അവർ അനുസരിച്ച് മോട്ടീവ് ആവും. കൺഫേമർ എന്ന് പറയാം, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിന്റെ റൂൾസ് റെഗുലേഷൻസ് കൺഫേം ചെയ്ത് പോവാം. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അവനതിന്റെ ഉള്ളിൽ ഒരു കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായം അനുസരിച്ച് മാത്രം മൂവ് ചെയ്യാം. അതിൽ കോൺസിക്വൻസ് മാത്രങ്ങളൊന്നും ഫോക്കസ് ചെയ്യൂല. പിന്നെ റാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ, എത്തിക്കൽ, എമ്പതി കാര്യങ്ങൾ കീപ്പ് ചെയ്തിട്ട് സ്വയത്തിന്റെയും മറ്റു ജനങ്ങളുടെയും കൂടുതൽ നന്മ ആഗ്രഹിച്ച് ചെയ്യുന്ന സംഗതിക്കാണ് റാഷണൽ ആൾട്രോയിസ്റ്റിക് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഒരു ചാപ്റ്ററിന്റെ ഒരു ആകത്തുക, പേഴ്സണാലിറ്റി ഓരോ വ്യക്തിക്കും ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ ലെവൽ സെയിം ആയിരിക്കും. സെയിം എന്ന് പറഞ്ഞാൽ കോൺസിസ്റ്റന്റ് ആയിരിക്കും, മാറ്റാൻ പ്രയാസമായിരിക്കും. പക്ഷെ അത് വേണം, നമുക്ക് അതിൽ രൂപപ്പെടുന്ന ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള സംഗതി പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കാം. മാസ്റ്ററി ഓഫ് അവർ ബയോളജിക്കൽ ഹാർഡ്വെയർ. അപ്പൊ ഞാൻ എൻഡോമോർഫാണ് അല്ലെങ്കിൽ എക്ടോമോർഫാണ്, മെസോമോർഫാണ് ഞാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണ് അത് ഫീഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും നമ്മൾ ഈ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്റെ ക്യാരക്ടർ ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ഡിഫോൾട്ട്സ് എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ വാല്യൂസ് എനിക്കുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തൊക്കെ ഡിഫറൻസ് നമുക്കുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സ്ട്രൈവ് ചെയ്യണം. അപ്പൊ അതിന് നമ്മുടെ ചാപ്റ്ററിന്റെ മാക്സിമം ടേക്ക് അവേ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഡിസ്കസ് ചെയ്തൊന്ന് കോറായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഒന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു അകത്തുക പേഴ്സണാലിറ്റി ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യലും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഹാർഡ്വെയർ ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഹാർഡ്വെയറിൽ രൂപപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. പിന്നെ ഏർലി തിയറീസ് നമ്മൾ സൂചിപ്പിച്ച്, ഏർലി തിയറീസ് എന്ന് ഷെൽഡന്റെ തിയറി പറഞ്ഞ്, ഷെൽഡന്റെ തിയറി എന്തൊക്കെയായിരുന്നു? എൻഡോമോർഫിക്, മെസോമോർഫിക്, എക്ടോമോർഫിക്. എൻഡോമോർഫിക് എന്ന ഫാറ്റ് ആൾക്കാരേക്കാരും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. മെസോമോർഫിക് എന്ന മസ്കുലർ ആയിരിക്കും, പക്ഷെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ തിന്ന്, ഭയങ്കര മെലിഞ്ഞ ആൾക്കാരേക്കാരും, സ്കെൽട്ടൺ ആയിരിക്കും, ടെൻഷൻ കൂടുതലായിരിക്കും. എന്നാലാണെങ്കിൽ റിയാക്റ്റീവ് ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിന് ഗ്രീക്കിൽ എന്ത് പറയും? സെക്കൻഡിന് കോളറിക്, ഫ്ലഗ്മാറ്റിക്, മെലൻചോളിക് എന്ന് പറയും. എന്ന് വെച്ചാല് നമ്മളെ മലയാളത്തില് ആയുർവേദിക്കിൽ എന്ത് പറയും? രക്ത, പിത്ത, കഫ, വായു. വായു അല്ലെങ്കിൽ വാത എന്ന് പറയട്ടാ. രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എക്സസീവ് ആയിരിക്കും, പിത്ത എന്ന് പറഞ്ഞാൽ ബൈൽ എക്സസീവ് ആയിരിക്കും, കഫ എന്ന് പറഞ്ഞാൽ ഫ്ലഗ് എക്സസീവ് ആയിരിക്കും, വായു എന്ന് പറഞ്ഞാൽ പ്ലീൻ എക്സസീവ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ 3 മെയിൻ ആയിട്ട് പറഞ്ഞത്. ഒന്ന് ആന്റി സോഷ്യൽ, റൂൾ ബ്രേക്കിംഗ് ആയിരിക്കും, വ്യക്തിയുള്ളവരോട് ബാക്കിയുള്ളവരുടെ എമ്പതി ഒന്നും കാണിക്കാത്തൊരു അപ്രോച്ച് ആയിരിക്കും ഒന്നാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ. രണ്ടാമത്താണ് ബോർഡർ ലൈൻ, ഒരു അബണ്ടൻമെന്റ് ഫിയർ ഉണ്ടാവും, മറ്റുള്ളവർ കയ്യോ എന്നുള്ള ഫിയർ. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ തേർഡാണ് നാർസിസ്റ്റിക്, ഒരു വ്യക്തി സ്വയത്തിനോടുള്ളൊരു സ്വയം ആരാധിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ സ്വയം ആൾക്കാർ ഇൻഫീരിയർ ആയിട്ട് കാണുന്നുള്ള പേടി കാര്യങ്ങൾ. ഇതിനാണ് നാർസിസ്റ്റിക് എന്ന് പറയാം. പിന്നെ പെക്സിന്റെ ഒരു 6 ഫാക്ടേഴ്സ് നമ്മൾ എണ്ണി. ഒന്നെന്താണ്? മോറൽ സ്റ്റെബിലിറ്റി. ഇതിന്റെ ഓരോ സ്കെയിൽ അനുസരിച്ച് നമ്മൾ മാറും. പിന്നെ ഈഗോ സ്ട്രെങ്ത്, തേർഡ് സൂപ്പർ ഈഗോ സ്ട്രെങ്ത്, ഫോർത്ത് സ്പോണ്ടാനിറ്റി,
ഫ്രണ്ട്ലിനെസ്, ഹോസ്റ്റിലിറ്റി ആൻഡ് ഗിൽട്ട്. ഓക്കെ. പിന്നെ ക്യാരക്ടറിന്റെ പാറ്റേൺസ് നമ്മൾ അഞ്ചെണ്ണം എണ്ണി. ഒന്ന് അമോറൽ. അമോറൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിവാർഡ് തേടുന്ന ആൾക്കാർ കാര്യം. എസ്പിഡി എന്ന് പറഞ്ഞാൽ സെൽഫ് സെന്റേഡ് ആയിരിക്കും. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്തായിരിക്കും അവര് ഹോണസ്റ്റി അല്ലെങ്കിൽ അത്ര വാല്യൂസ് കാര്യങ്ങൾ കീപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത് കൺഫേമർ. കൺഫേമർ അവിടെയുള്ള റൂൾസ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യും. അവര് ആ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകിച്ച് വിലയിരുത്തുണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇറാഷണൽ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാല് അവനാന്റെ ഇന്നർ മോറൽ കോഡ് കൃത്യമായി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അത് റാഷണലാണോ ഇറാഷണലാണോ അല്ലെങ്കിൽ മാക്സിമം നന്മയിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളൊന്നും അവർ ആലോചിക്കൂല. പിന്നെ അടുത്താണ് റാഷണൽ ആൾട്രോയിസ്റ്റിക്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതി. ഭയങ്കര മെച്ചൂർഡ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, സ്വയത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ നന്മകളും കോൺസിക്വൻസ് ആഗ്രഹിച്ച് മാത്രമായിരിക്കും ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഇനി കൂടുതൽ വിശദീകരണമൊക്കെ നിങ്ങളെ വക എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ടേംസ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. താങ്ക് യു. ഓക്കെ, താങ്ക്സ്.
ഹലോ ആ ഒരു മിനിറ്റ്. ഹലോ